ഇനി സോപാന സംഗീതം കൂടി അതിന്റെ കൂടെ ചേരും. ആ സംഗീതം കൂടി അയ്യപ്പസ്വാമി കേൾക്കും. ഇനി നട തുറക്കുമ്പോൾ ഒരു ദീപാരാധന ഇനി നടക്കാനുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ മകരസംക്രമ പൂജ നടക്കുകയാണ്. അതിനുവേണ്ടി അതിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിലാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. അതിനുശേഷം നട തുറക്കുന്ന വിളക്കുകൾ നിലവിളക്കുകൾ തെളിയിച്ച് അതിനുശേഷം മകരസംക്രമ പൂജ നടക്കുകയാണ്. ശബരിമലയിൽ സോപാന സംഗീതത്തോടുകൂടി നടയടച്ചുള്ള പൂജ ഇപ്പോൾ നടക്കുന്നു. ഭക്തരുടെ നീണ്ട നിരയാണ് അയ്യപ്പ ദർശനത്തിനായി അവിടെ കാത്തു നിൽക്കുന്നത്. മന്ത്രി വി എൻ വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരൊക്കെ ശ്രീകോവിലിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു പമ്പയിൽ നിന്നും ഒരുപാട് പേർ പുലർച്ചെ യാത്ര ആരംഭിച്ചവരൊക്കെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണ്. മകരസംക്രമ പൂജ പൂർത്തിയായാൽ പിന്നെ മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കാണ് ശ്രീകോവിലും സന്നിധാനവും ഒക്കെ കടക്കുക. അനന്തനും കണ്ണനും തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ ഈ ചടങ്ങ് പൂജ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അടുത്ത ദർശനത്തിലുള്ള സൗകര്യം ഒക്കെ? ദീപാരാധനയാണ്. അതോടുകൂടി ആ മകരസംക്രമ പൂജ കഴിഞ്ഞ ശേഷമുള്ള ദീപാരാധന അത് വലിയ പുണ്യം നിറഞ്ഞതാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തരെല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ തടഞ്ഞ് നിർത്തിയിരുന്ന ഭക്തരെ കൂടി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തർക്കും, ഇപ്പോൾ ഈ നിമിഷം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും മകരസംക്രമ പൂജ, ആ പൂജ കഴിഞ്ഞുള്ള ദിവ്യ തേജസ്സോടെ ഇരിക്കുന്ന അയ്യപ്പ ഭഗവാനെ കാണാനും ഒക്കെയുള്ള ഒരു അവസരം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം മണിനാഥം മുഴങ്ങും. ആ മണിനാഥം അകത്ത് ദീപാരാധന നടക്കുന്നതിന്റെ സൂചനയാണ്. അത് ഈ 18 മലകളെയും വിളിച്ചറിയിക്കുന്നതാണ് ആ മണിനാഥം. ഈ പൂങ്കാവനം ആകെ അറിയിക്കുകയാണ്. ഇതാ ശബരീശ്വര സന്നിധിയിൽ ദീപാരാധന നടക്കുന്നു എന്ന് അറിയിക്കുകയാണ്. 18 മലദൈവങ്ങളെയും വിളിച്ചറിയിക്കുകയാണ്. ഈ അയ്യന്റെ മുന്നിൽ, അയ്യന്റെ തിരുസന്നിധിയിൽ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള മകരസംക്രമ പൂജ നടക്കുകയാണ്. 18 മലകൾക്കും മലദൈവങ്ങളുണ്ട്. 18 മലകളും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നതാണ്. 18 മലകളിലും പലതരത്തിലുള്ള മഹർഷിമാർ ധ്യാനമനുഷ്ഠിച്ചിരുന്നതാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. 18 മലകളിലും ഈ ഭാർഗവീരാമൻ വന്ന് ഭാർഗവരാമന്റെ പ്രതിഷ്ഠ, അതാണ് ശബരിമല സന്നിധാനം. അതുമാത്രമല്ല, ഹിമവാൻ കഴിഞ്ഞാൽ പണ്ട് പുരാതന കാലങ്ങളിൽ ഋഷീശ്വരന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട സങ്കേതം ഈ ശബരിഗിരീശന്റെ സന്നിധി ശബരിമലയായിരുന്നു. ശബരിദേവി തപസ്സനുഷ്ഠിച്ച ഈ ശബരിമലയായിരുന്നു. അതുപോലെ തന്നെ പൊന്നമ്പല മേടായിരുന്നു. അവിടെയൊക്കെ ഋഷീശ്വരന്മാർ തപസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാന്തമലയടക്കമുള്ള മലയിൽ മലദൈവങ്ങളുള്ള ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത്, ഒരു പുരാണങ്ങളിൽ പറയുന്നതാണ്, ഒരു കാലത്ത് ഈശ്വരചൈതന്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് എന്ന് പറയുന്നു. ആ ഈശ്വരചൈതന്യം പൂർണ്ണമായും കുടികൊള്ളുന്ന ശബരിമല എന്ന് പറയുന്ന ഈ പുണ്യ സംഗീതത്തിലേക്ക് കോടാനുകോടി ഭക്തർ ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ ഇത് ശബരിമല എന്ന് പറയുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന മനുഷ്യനെയും അയ്യപ്പനെയും ഒന്നാണ്, അല്ലെങ്കിൽ ഈശ്വരനും മനുഷ്യനും ഒന്നാണ് എന്നുള്ള സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ഏക ക്ഷേത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെയായാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.